ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഗ്രൂപ്പിംഗ് ആണ് മെയിനായിട്ട്. അതായത് ലെഡ്ജറിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ മെയിൻ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിലൊക്കെ, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രയൽ ബാലൻസിലൊക്കെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പ് വൈസ് നമുക്ക് റിപ്പോർട്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാനിവിടെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഒരു 5ഓളം ലെവലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസറ്റ് ആണ് മെയിനായിട്ടുള്ളത്, 10 അതിൻ്റെ കോഡ് വരുന്നത്, പിന്നെ 100 കറണ്ട് അസറ്റ്, ആ രീതിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പം HDFC ബാങ്ക്, HSBC ബാങ്ക്, ഈ രണ്ടും ആണ് നമുക്ക് ലെഡ്ജറായിട്ട് വരുന്നത്. 100001. നമുക്ക് ഫസ്റ്റ് കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പം ലെഡ്ജറുകളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ കോഡ് ആഡ് ചെയ്യുന്നു. കോഡും അതേപോലെ തന്നെ അക്കൗണ്ട് നെയിം ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. കോഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിൻ്റെ നെയിം HDFC കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ബാങ്ക് ആൻഡ് ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പ് ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വരുന്നത് നമ്മുടെ കോഡിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടാണ്. രണ്ടാമത്തെ ബാങ്കിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ കോഡ് കൊടുക്കുന്നു, അക്കൗണ്ടിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്, അതേപോലെ ടൈപ്പ് ബാങ്ക് ആൻഡ് ക്യാഷ്. ഇപ്പോൾ 2 അക്കൗണ്ടുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 2 ലെഡ്ജറുകൾ, അക്കൗണ്ടുകൾ വരുന്നത് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺഫിഗറേഷനിൽ അക്കൗണ്ട് ഗ്രൂപ്പ്സിലേക്ക് പോകുന്നു. അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെയിം കൊടുക്കാൻ പറ്റും, ഈ ഗ്രൂപ്പിൻ്റെ പേര്. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് ഇവിടെ നമ്മുടെ കേസിൽ ബാങ്ക് അക്കൗണ്ട്സ് ആണ്, അതുപോലെ 10,000 ആണ് അതിൻ്റെ കോഡ്, 10000. ഞാനവിടെ ബാങ്ക് അക്കൗണ്ട്സ് എന്ന പേര് കൊടുക്കുന്നു. അതിന് കോഡ് പ്രിഫിക്സും ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ പ്രിഫിക്സിൻ്റെ സ്ഥാനത്ത് 10,000 കൊടുക്കുന്നു, 2 എന്നുള്ളിടത്തിലും 10,000 കൊടുക്കുകയാണ്. അപ്പം 10,000 സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ലെഡ്ജറുകളും ബാങ്ക് അക്കൗണ്ട്സിൻ്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്. അത് സേവ് ചെയ്തു. ഇനി നമ്മൾ കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക് അവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ മേലെ ബാങ്ക് ആൻഡ് ക്യാഷ്, അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട്, പാരൻറ്റ് ഗ്രൂപ്പായിട്ട് ബാങ്ക് ആൻഡ് ക്യാഷ് വരും. അതിന് വേണ്ടിയിട്ട് കോൺഫിഗറേഷനിൽ അക്കൗണ്ട് ഗ്രൂപ്പ്സ് പോകുന്നു, ന്യൂ ക്ലിക്ക് ചെയ്യുന്നു, നെയിം ബാങ്ക് ആൻഡ് ക്യാഷ് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ കോഡ് 1000 ആണ്, 1000 കൊടുക്കുന്നു. അവിടെ 2 സ്ഥലത്തും 1000 കൊടുക്കുന്നു. 1000 സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ക്യാഷിൻ്റെ അണ്ടറിലേക്ക് പോകും. പിന്നെ അതിൻ്റെ മേലെ ഉള്ളതാണ് കറണ്ട് അസറ്റ്സ്, അത് 100 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 5 ലെവലുണ്ട്. 5ാമത്തെ ലെവൽ എന്ന് പറയുന്ന ലെഡ്ജറാണ്, ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സ്. അതിലേക്കാണ് എൻട്രീസ് ഡയറക്റ്റ് പോകുന്നത്. പിന്നെ അതിൻ്റെ മേലായിട്ട് ബാക്കി ഗ്രൂപ്പുകൾ. ഇപ്പം ഇതിൽ കറണ്ട് അസറ്റ് നമുക്ക് 100 ആണ് വരുന്നത്, 100 കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ദെൻ മെയിൻ ഗ്രൂപ്പ് ഉണ്ട്, അസറ്റ്സ്. അതും ഇതേപോലെ തന്നെ കോൺഫിഗറേഷനിൽ അക്കൗണ്ട് ഗ്രൂപ്പ്സ് പോയിട്ട് അസറ്റ്സ് നെയിം കൊടുക്കുന്നു, കോഡ് കൊടുക്കുന്നു. എല്ലാ ഗ്രൂപ്പുകളും 4 ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അണ്ടറിലാണ് ആ ലെഡ്ജർ വരുന്നത്. ഇപ്പം കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് മാത്രമാണ് ആ ഒരു ഇതിൽ കാണിക്കുക. ഇനിയിപ്പോൾ റിപ്പോർട്ടിങ്ങിൽ ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂസ് ഒന്നും, എൻട്രീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിൽ ജേർണൽ എൻട്രീസിൽ പോയിട്ട് ഒരു എൻട്രി ഇട്ട് നോക്കാം. ഇപ്പോൾ ന്യൂ കൊടുത്തു, നമുക്കവിടെ റെഫറൻസ് കൊടുക്കാം. ഇനി അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നത് ബാങ്കാണ്, HDFC ബാങ്ക് സെലക്ട് ചെയ്തു. ക്രെഡിറ്റിൽ എമൗണ്ട് കൊടുത്തു 500. അതേപോലെ തന്നെ HDFCയിൽ നിന്ന് 500 HSBCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ HSBC ബാങ്കിൽ ഡെബിറ്റ് സൈഡിൽ 500 എടുത്തു, പോസ്റ്റ് ചെയ്തു. ഇനി റിപ്പോർട്ടിൽ ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ 2 ലെഡ്ജറിലെ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പൊന്നും ഇല്ലാതെ, ഹയറാർക്കി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹയറാർക്കി ലെവൽസ് കാണുന്നുണ്ടെങ്കിൽ മേലെ ഓപ്ഷനിൽ പോസ്റ്റഡ് എൻട്രീസ് അക്രൂവൽ ബേസിസിൽ ഹയറാർക്കി ആൻഡ് സബ് ടോട്ടൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് കാണാൻ പറ്റും. മെയിൻ അസറ്റ്, ദെൻ കറണ്ട് അസറ്റ്സ്, ബാങ്ക് ആൻഡ് ക്യാഷ്, അതേപോലെ ബാങ്ക് അക്കൗണ്ട്സ്, ദെൻ ലെഡ്ജർ വൈസ്. അപ്പോൾ എല്ലാ ലെവലുകളും വിത്ത് ഹയറാർക്കി ലെവൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതേ കേസ് തന്നെ നമുക്ക് ജനറൽ ലെഡ്ജറിലും കാണാൻ പറ്റും. ആ ഓപ്ഷൻ ഹയറാർക്കി ആൻഡ് സബ് ടോട്ടൽസ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ GL പോയിട്ട് സെയിം കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അൺഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഫോൾഡ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അൺഫോൾഡായിട്ട് കാണിക്കും ഇവിടെ.
അതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിലും പോയി കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലും നമുക്ക് റിപ്പോർട്ടിൻ്റെ കോൺഫിഗറേഷൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ടാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഞാനതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡിഫോൾട്ട് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം റിപ്പോർട്ടിങ്ങിൽ എവിടെയൊക്കെ നമുക്ക് ഈ ഒരു ലെഡ്ജർ അവൈലബിൾ ആണ് അവിടെയൊക്കെ നമുക്ക് ഗ്രൂപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം 2 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ക്യാഷ്, മെയിൻ ക്യാഷും അതുപോലെ പെറ്റി ക്യാഷും ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ആ ഒരു പാർട്ടും കൂടെ നോക്കാം. ഇപ്പോൾ ഇതിൽ മെയിൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ് വിത്ത് കോഡ്. ബാങ്ക് ആൻഡ് ക്യാഷ് ടൈപ്പ് കൊടുത്തു. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ആ ഗ്രൂപ്പ് വന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ നെക്സ്റ്റ് വരുന്നത് പെറ്റി ക്യാഷാണ്. പെറ്റി ക്യാഷും നമുക്ക് ഇതേപോലെ അക്കൗണ്ട് വിത്ത് കോഡ് ക്രിയേറ്റ് ചെയ്യാണ്. കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ന്യൂ കൊടുത്തിട്ട് അവിടെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോഡ് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ബാങ്ക് ആൻഡ് ക്യാഷ് വരും. അപ്പം ഇതിപ്പോൾ 1001-2 ആയതുകൊണ്ട് ബാങ്ക് ആൻഡ് ക്യാഷിൻ്റെ അണ്ടറിലേക്ക് അത് വന്നു. ഇനി നമുക്ക് ക്യാഷിൻ്റെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ കോൺഫിഗറേഷനിൽ അക്കൗണ്ട് ഗ്രൂപ്പ്സ് എടുക്കുക, ന്യൂ കൊടുക്കുക, ഇവിടെ ക്യാഷ് എന്ന പേര് കൊടുക്കുക, കോഡ് പ്രിഫിക്സ് ആ ഒരു ലെഡ്ജർ കോഡ് കൊടുക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ അവിടെ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലെഡ്ജറിന് അഗെയിൻസ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇനി ക്യാഷ് ഓൾറെഡി നമുക്ക് മുമ്പ് ഡിഫൈൻ ചെയ്ത ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. ഇപ്പോൾ അസറ്റ്സ് വന്നു, കറണ്ട് അസറ്റ്സ് വന്നു, ബാങ്ക് ആൻഡ് ക്യാഷ് വന്നു, ബാങ്ക് അക്കൗണ്ട്സ് വന്നു, അതുപോലെ 2 അക്കൗണ്ടുകൾ വന്നു. ഇനി നമുക്ക് ക്യാഷിൻ്റെ കേസിൽ ഒരു എൻട്രി ഇടണം. എൻട്രി ഇട്ട് കഴിഞ്ഞാലാണ് ഇതിലത് കാണിക്കാം. ഇപ്പം ക്യാഷ്, മെയിൻ ക്യാഷ് സെലക്ട് ചെയ്തു, ദെൻ അതിൽ ക്രെഡിറ്റ് സൈഡ് കൊടുത്തു. ഇപ്പം മെയിൻ ക്യാഷ് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, അതാണ് എൻട്രി. ഇനി റിപ്പോർട്ടിങ്ങിൽ ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ക്യാഷും കൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ബാങ്ക് ആൻഡ് ക്യാഷിൻ്റെ അണ്ടറിൽ ബാങ്ക് അക്കൗണ്ട്സും ക്യാഷും വന്നിട്ടുണ്ട്. അതാണ് ഗ്രൂപ്പ്, ഇമീഡിയറ്റ് ഗ്രൂപ്പ് വന്നത്. അതിൻ്റെ അണ്ടറിൽ എല്ലാ ലെഡ്ജറുകളും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. മെയിൻ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് എത്ര ലെവൽ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കോഡിംഗ് ആണ്. കോഡ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇതിൽ 10 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് അക്കൗണ്ടുകളും മെയിൻ ഗ്രൂപ്പായ അസറ്റ്സിൻ്റെ അണ്ടറിൽ വരും. ഇപ്പോൾ ഇവിടെ 100 സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സിൽ വരും. അപ്പം ഈ അസറ്റ്സ് ആണെങ്കിലും കറണ്ട് അസറ്റ്സ് ആണെങ്കിലും 10 ആയതുകൊണ്ട് അത് അസറ്റ്സിൻ്റെ അണ്ടറിൽ വന്നു. ഇനി 20 ലയബിലിറ്റീസ് വരുന്നത്. അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സ് 100 ആയതുകൊണ്ടും അതിൻ്റെ അണ്ടറിലുള്ള എല്ലാ അക്കൗണ്ടുകളും 100 സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് ആൻഡ് ക്യാഷ് വരുമ്പോൾ അവിടെ 100 വന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സിൻ്റെ അണ്ടറിൽ വന്നു. അക്കൗണ്ട് റിസീവബിൾ കറണ്ട് അസറ്റ്സിൻ്റെ അണ്ടറിൽ വന്നു. ഇൻവെൻട്രി കറണ്ട് അസറ്റ്സിൻ്റെ അണ്ടറിൽ വന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ വരുമ്പം ബാങ്ക് അക്കൗണ്ട്സിൽ നമുക്ക് ഇനീഷ്യലുള്ള 4 ഡിജിറ്റ് അത് ശരിക്കും ബാങ്ക് ആൻഡ് ക്യാഷിൻ്റെ ഡിജിറ്റാണ്. ഇനി 5ാമത്തെ ഡിജിറ്റ് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അതിൽ ബാങ്ക് ആൻഡ് ക്യാഷിൽ 1000 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അണ്ടറിലുള്ള അക്കൗണ്ടുകൾ ഗ്രൂപ്പുകൾ 1000 വരുന്നു. ഇനി ലെഡ്ജറിൽ വരുമ്പോൾ 10,000 ബാങ്ക് അക്കൗണ്ട്സ് ആകുമ്പോൾ 10,000 സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട്. അതിൽ കോഡ് നമ്പർ ഏത് രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം, എത്ര ഡിജിറ്റ് വേണമെങ്കിലും കൊടുക്കാം. അതിനൊന്നും ലിമിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യണം, ആ ഒരു ഹൈറാർക്കി. ഇനി ലയബിലിറ്റീൻ്റെ കേസ് ആണെങ്കിൽ 20 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 20 സ്റ്റാർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ലയബിലിറ്റീസ് വരും. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ലെഡ്ജറുകൾ വരും. ഇപ്പോൾ 30 ഇക്വിറ്റി വന്നിട്ടുണ്ട്, 40 റവന്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.